എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ഞാൻ എന്ത് കാര്യം ചെയ്തിങ്ങനെ ഭംഗിയായി വരുമ്പോഴത്തേക്കും അതിനോട് മടുപ്പ് തോന്നുന്ന രീതിയിലുള്ള കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വീണ് കയ്യിന് വയ്യാണ്ടൊക്കെ ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു വരികയാണ് കേട്ടോ. എന്നാലും ചെറുതായിട്ടൊക്കെ വീഡിയോസ് ഇടണം എന്ന് വിചാരിച്ചിരിക്കാലെയാണ് മൊബൈലിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ, അതൊന്ന് മാറാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് തോംസൺ കാസ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാന്നൊക്കെ അവൾ മുന്നേ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പേരൊക്കെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഇവിടുന്ന് ഫുഡ് കഴിക്കണമെന്ന് അവർക്ക് ഒരു നിർബന്ധമില്ല. ആവശ്യമുള്ളൊരു പേര് കൊടുത്ത് വെയിറ്റ് ചെയ്യണം, അവർ വിളിക്കുമ്പോൾ കയറി ഭക്ഷണം കഴിക്കുക. അതാണ് കേട്ടോ ഇവിടുത്തെ ഒരു രീതി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് സീറ്റ് കിട്ടിയിട്ടോ. ഫുഡ് നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ നെയ്ച്ചോറും ബീഫ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. മിന്നു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. വേറെ ഒന്നും ഞങ്ങൾ വാങ്ങിയില്ല, കാരണം നല്ല റേറ്റ് പറഞ്ഞുകൊണ്ട് വേണ്ട, നമുക്ക് ഐസ്ക്രീമൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ച് പുറത്തിറങ്ങി. അവിടുത്തെ ഇങ്ങനെ സീനറിയൊക്കെ കാണാനും ഒരു ആംബിയൻസ് ഒക്കെ നല്ല രസമാണ് കേട്ടോ. കുറേ മരങ്ങളും ചെടികളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് അടുത്ത് നമ്മുടെ ഫോൺ സെറ്റാക്കേണ്ട സ്ഥലത്തേക്ക് പോന്നു. അവിടെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് ഐസ്ക്രീമും കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട് ബേ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ കയറി. അവിടെ കയറിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എനിക്ക് എപ്പോഴും കമൻറ്റുകൾ മുടങ്ങാതെ എല്ലാ വീഡിയോസിലിടുന്ന ഒരു ഇത്താത്തയുണ്ട്. പുള്ളിക്കകത്ത് എനിക്ക് എപ്പോഴും പേഴ്സണലി മെസ്സേജൊക്കെ അയക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. എപ്പോഴും കാണണം, നേരിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ നമ്മുടെ മുന്നിൽ ടേബിളിൽ ഇരിക്കുന്നു ഫാമിലിയായിട്ട്. ഭയങ്കര സന്തോഷമായിട്ടോ. ഞങ്ങൾ ജസ്റ്റ് മിണ്ടി അങ്ങനെ വിരിഞ്ഞു. പിന്നെ ഫോണിൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ച് അങ്ങനെ തിരിച്ച് കൊടുങ്ങല്ലൂർ എത്തിയിട്ടോ. പിന്നെ നമുക്ക് ഇൻഡോറിൽ ചെടികളൊക്കെ വയ്ക്കാനായിട്ട് ചട്ടികൾ വാങ്ങാണ്ടായിരുന്നു, വൈപ്പർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട് മാറിയത് പെട്ടെന്നായിരുന്നു. അത് മാത്രമല്ല ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചടങ്ങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളോട് വീട് മാറി എന്ന് പറയുകയും വേണ്ടേ. അപ്പോൾ അതിനൊരു വീഡിയോ വേണമായിരുന്നു. അത് കുറച്ച് ഭംഗിയുള്ളതാവണമെന്ന് നമ്മൾ എന്തായാലും എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മൺകലവും മുല്ലപ്പൂ ഒക്കെ വാങ്ങിയത്. ഈ മുല്ലപ്പൂക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. എപ്പോൾ വില കുറവ് കണ്ടാലും ഞാൻ വാങ്ങി ചൂടാറുണ്ട്. അപ്പോൾ ഈ മൺകലത്തിൽ മുല്ലപ്പൂക്കെ കെട്ടിയിട്ട് വിറകടുപ്പ് കത്തിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നല്ല രസമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇട്ട് അങ്ങനെ ഒരു വിശേഷം നിങ്ങളെ അറിയിച്ചത് കേട്ടോ.